നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊറിയർ ഓഫീസിൽ ഒന്നും പോവാതെ നമുക്ക് എങ്ങനെയാണ് ഒരു പാഴ്സൽ അയക്കാന്നുള്ളതാണ് വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കൊറിയർ ഓഫീസിൽ പോകണ്ട, ക്യൂ നിൽക്കേണ്ട, പാക്ക് ചെയ്യേണ്ട, ഭയങ്കര കൊറിയർ ഓഫീസ് മെനക്കേട് കേസാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അവരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും സാധനം. അതായത് വളരെ സിമ്പിളായിട്ട് ചീപ്പ് റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നമുക്കിതൊന്ന് പോകാനുള്ളത്. അപ്പോൾ നല്ല സേഫായിട്ടും നല്ല ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്. നമ്മളൊരു സാധനം ഒരു സാധനം നമുക്കിപ്പോൾ അയക്കാറുണ്ട്, അപ്പോഴത്തേക്കും നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ അവരിവിടെ വന്ന് ആ സാധനം എടുത്ത് അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഡോക്യുമെൻറ്റ്സും പാഴ്സലും എല്ലാം ഷിപ്പ് ചെയ്യാനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് ഡെലിവറി എന്ന് പറയുന്ന ഒരു കൊറിയറിലാണ്. ഇന്ത്യയുടെ എമ്പാടുമുള്ള കൊറിയറാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർ ഷിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഡെലിവറി നടിച്ച് ആ ഫസ്റ്റ് വരുന്ന ആ ഒരു സൈറ്റിൽ തന്നെ നമുക്ക് കയറാം. ഓക്കെ, നല്ലൊരു കൊറിയർ സർവീസാണ്. നിങ്ങൾക്കിത് അറിയായിരിക്കും, ആമസോണൊക്കെ കൂടുതൽ ഷിപ്പ് ചെയ്യുന്ന ഇതിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു കോവിഡിൻ്റെ ആ ഒരു ഇതാണ്, നോട്ടീസാണ്. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഒരു ട്രാക്ക് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ്. അതായത് നമ്മുടെ ട്രാക്കിംഗ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം എവിടെ എത്തിയെന്നറിയാനുള്ള ഒരു ഇൻ്റർഫേസാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാൻ പറ്റും, അത് ട്രാക്കിംഗ് നമ്പർ വെച്ച് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കേണ്ടത്, ഇത് നമ്മുടെ സാധനം അയച്ചതിന് ശേഷം നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഷിപ്പിംഗ് എന്നും പറഞ്ഞ് സൈഡിൽ കിടപ്പുണ്ട്. ഞാൻ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷിപ്പ് ഇമ്മീഡിയറ്റ്ലി അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ പിൻകോഡ്, ഡെലിവറി ചെയ്യേണ്ട പിൻകോഡും അടിക്കേണ്ട സ്ഥലം കാണാൻ പറ്റും. ഇതാണ് ഇവർ വീട്ടിൽ വന്ന് എടുക്കേണ്ട. ഇപ്പം നമ്മളാണ് ഷിപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വീട്ടിൽ വന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ ഏരിയയുടെ പിൻകോഡ് അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു പിൻകോഡ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാനാണ് ഷിപ്പ് ചെയ്യുന്നത്, എൻ്റെ കയ്യിലാണ് സാധനം ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പിൻകോഡ് അടിച്ചു കൊടുക്കണം, എന്നാലേ അവരവിടെ വന്ന് എടുക്കുകയുള്ളൂ. ഓക്കെ, എൻ്റെ പിൻകോഡ് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഏത് സ്ഥലത്താണോ പോവേണ്ട, സാധനം ഏത് സ്ഥലത്താണോ പോവേണ്ട അവിടുത്തെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. അതായത് ഇത് ഏത് സ്ഥലത്താണോ ഡെലിവറി ചെയ്യേണ്ട അവിടുത്തെ പിൻകോഡ് നമുക്ക് അടിച്ചു കൊടുക്കുക. അപ്പം നമുക്കിപ്പോൾ ഒരു തെലങ്കാനയിലാണ് പോവേണ്ടത്, അപ്പോൾ അവിടുത്തെ പിൻകോഡാണ് ഞാൻ ഇപ്പോൾ അടിക്കുന്നത്. ഓക്കെ, അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിലേത് വേണം ഇതിന് സെലക്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ്സോ പാഴ്സലോ. ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി കാണും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഡോക്യുമെൻറ്റ്സ് ഒന്ന് കൊടുക്കാവുള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വെയിറ്റ് സെലക്ട് ചെയ്യുക. വെയിറ്റ് 100 ഗ്രാം ആണെങ്കിൽ 0.1 എന്നിടുക. 1/2 കിലോ ആണെങ്കിൽ 0.5 എന്നിടുക. 1 കിലോ ആണെങ്കിൽ 1 എന്നിട്ടിരുന്നാൽ മതി. എന്നിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ കോസ്റ്റ് കാണിക്കുക, എത്ര രൂപയാണ് അവിടെ വരെ പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. 98 രൂപയെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ചീപ്പ് കോസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 4 ബിസിനസ് ഡേയ്സ് ആണ് പറയുന്നത്. 4 ദിവസത്തിനകം അങ്ങ് എത്തുമെന്നാണ് അവർ കാണിക്കുന്നത്. ഇനി നമുക്ക് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അതിനകത്തൊരു OTP വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്ത് OTP വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള സാധനമാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ എന്താണ് അയക്കുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളാണ്. ബേബി കെയർ, ഡോക്യുമെൻറ്റ്സ്, ഇലക്ട്രോണിക്സ്, എസെൻഷ്യൽ സപ്ലൈസ്, ഹെൽത്ത് ആൻഡ് വെൽനെസ്, അതുപോലെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇലക്ട്രോണിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സബ് കാറ്റഗറി സെലക്ട് ചെയ്യുക. അതായത് വലിയ സാധനമാണോ ചെറിയ സാധനമാണോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സാധനമാണ് അയക്കുന്നത്. ഓക്കെ, ചെറുത് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതാണ് അയക്കുന്നത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു സാധനത്തിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു പാക്കേജ് എങ്ങാനും മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് അവർ പൈസ, ഈ ഒരു നമ്മൾ അടിച്ചു കൊടുക്കുന്ന പൈസ തരുന്നതാണ്. അതായത് ഇപ്പം ഒരു വാച്ച് 500 രൂപയുടെ ഒരു വാച്ചാണെങ്കിൽ 500 രൂപ അടിച്ചു കൊടുത്താൽ ഈ പാക്കറ്റ് മിസ്സിങ് ആയി പോയി അവർക്ക് അവർ നമുക്ക് തിരിച്ചു തരുന്നതാണ് ഈ ഒരു പൈസ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ അഡ്രസ്സും നമ്മുടെ പേരുമാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര്, ഫുൾ നെയിം, അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ് മസ്റ്റായിട്ടും കൊടുക്കണം. അതിലാണ് അവർ ഷിപ്പിംഗ് ലേബൽ അയച്ചിരുന്നത്. ആ ഒരു ലേബൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വേണം നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ, നമ്മൾ ഏത് സാധനമാണ് അയക്കുന്നത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ അഡ്രസ്സ് എല്ലാം നമ്മുടെ അടുത്തുള്ള ഏരിയയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതെല്ലാം നമ്മൾ അറിയാവുന്നതാണ്. എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമ്മുടെ എൻ്റർ ഡെലിവറി അഡ്രസ്സ്, ഏത് സ്ഥലത്തോട്ടാണോ നമ്മൾ പോകേണ്ട, ആരെ പേരിലാണോ പോകേണ്ട അവരെ പേരടിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം അവരെ ഇമെയിൽ, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. നമ്മുടെ ഇമെയിൽ മസ്റ്റാണ്. ഓക്കെ, അവരെ ഇമെയിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി.
പിന്നെ നമുക്ക് അവരെ കംപ്ലീറ്റ് അഡ്രസ്സ് അടിച്ചു കൊടുക്കണം, ഫുൾ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കണം. ഓക്കെ, ഇത് അവരെ അഡ്രസ്സ് അടിച്ചു കൊടുത്ത് ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പിൻകോഡ് അടിച്ചുകൊണ്ടാണ് ഹൈദരാബാദ് തെലങ്കാന എന്ന് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമ്മൾ നമ്മുടെ ID കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഒരു നമ്പർ അവർക്ക് കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ ആ ഒരു നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ട് പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോകും. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ക്യാഷ് കൊടുക്കണം. അതായത് നമ്മുടെ കാർഡോ ബാങ്കിൽ നിന്നോ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതാണ്. ആമസോണിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ കാർഡിൽ നിന്ന് നമ്മൾ ഈ ഒരു 98 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ 11 മണിക്ക്, രാവിലെ 11 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ഇന്ന് തന്നെ വന്ന് എടുക്കുന്നതാണ്. ഇല്ല, നിങ്ങൾ 11 മണി കഴിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നാളെ വന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോകും. അപ്പോഴത്തേക്കും നിങ്ങളിത് പാക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോഴത്തേക്കും നമുക്കൊരു മെയിൽ വരും. അതായത് ഈ ഒരു പ്രിൻറ്റിങ് ലേബലാണ് വരുന്നത്. അതായത് ഈ ഒരു പാക്കേജിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള അഡ്രസ്സ് നമ്മളെ പേരൊക്കെ വെച്ചുള്ള ഒരു പ്രിൻറ്റിങ് ലേബൽ നമ്മൾ കഫയിലോ വീട്ടിലോ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ ഏത് സാധനം അയക്കേണ്ട അതിൻ്റെ പുറത്ത് ഒട്ടിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ വന്ന് അവർ എടുത്തുകൊണ്ട് പോകും. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതുപോലൊരു മെയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിന് നമ്മുടെ പ്രിൻറ്റിങ് ലേബലുണ്ട്. ഡെലിവറി ഡയറക്റ്റ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിൽ നമ്മുടെ ട്രാക്കിംഗ് നമ്പറും ഉണ്ട്. നമ്മുടെ സാധനം എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കിംഗ് നമ്പറാണ് ഈ എഴുതിയിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു PDF ഫയൽ. അതാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. നമ്മളൊരു പെൻഡ്രൈവിലാക്കി കഫയിൽ കൊണ്ടുകൊടുത്ത് അവർ പ്രിൻ്റ് ഔട്ട് ചെയ്ത് തരുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 2 പ്രിൻറ്റ് ചെയ്തെടുക്കേണ്ട. ഈ ഒരു പാക്കേജ് സ്ലിപ്പെന്ന് എഴുതിയിരിക്കുന്ന മാത്രം പ്രിൻറ്റ് ചെയ്തെടുത്താൽ മതി. അതാണ് നമ്മുടെ സാധനത്തിൻ്റെ പുറത്ത് ഒട്ടിച്ച് അയക്കേണ്ടത്. അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. എന്നിട്ട് സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു കൊറിയർ അയക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ ഇനിയും കിട്ടാനായിട്ട് ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും കിടിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.